ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. താസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വെറൈറ്റി പലഹാര റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി കഴുകി എടുത്തതാണ്. ഈ ക്യാരറ്റ് ഇനി ഒന്ന് 2 പീസാക്കി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിലോട്ട് 400 ml പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ തിളപ്പിച്ചാറിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കവറ് പാലായാലും വീട്ടിലുള്ള പാലായാലും തിളപ്പിച്ചാറിയ പാൽ വേണം എടുക്കാൻ. ഇതിനൊരു മൂടി കൊണ്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നിങ്ങളെ ഇഷ്ടത്തിന് ചേർക്കാം. ക്യാരറ്റ് എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയൊരു ഫ്ലോക്കോ സ്പൂണോ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുക്ക് ചെയ്തിട്ട് പാല് പിരിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തിളപ്പിച്ചാറിയ പാല് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കണമെന്ന് പറയുന്നത്. തിളപ്പിക്കാതെ എടുത്താൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ തിളപ്പിച്ചാറിയ പാല് തന്നെ വേണം ഇതിനെടുക്കാൻ വേണ്ടി. ഇതിന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിൻ്റെ ജാറിലോട്ടിട്ട് അടിച്ചെടുക്കണം. നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് ഇത് അടിച്ചെടുക്കാറ്. ക്യാരറ്റും പാലും നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാലോട് കൂടി നമുക്ക് ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നല്ല പേസ്റ്റ് പോലായി അരച്ചെടുത്തിട്ട് വരാം. ക്യാരറ്റ് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ആദ്യം കുക്ക് ചെയ്തത് കൊണ്ടാണ് നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞ് കിട്ടിയത്. ഇനി ഇതൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നല്ലോണം കട്ടയില്ലാതെ ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇതിലേക്ക് ഇനി നല്ല നൈസായിട്ട് പൊടിഞ്ഞ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഏലക്ക പൊടിയാണ്. ഞാനിവിടെ പഞ്ചസാരയും ഏലക്കായും കൂടി ഒന്നിച്ച് പൊടിച്ചെടുത്ത പൊടിയാണിത്. 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂട്ടി പൊടിച്ചത് കൊണ്ടാണ് ഞാൻ 1 സ്പൂണ് ചേർത്ത് കൊടുത്തത്. പഞ്ചസാര കൂട്ടാതെ പൊടിച്ചതാണെങ്കിൽ നിങ്ങൾ 1/2 സ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉരുക്കിയെടുത്ത നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇതിന് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം. ക്യാരറ്റൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് ചൂടോടുകൂടി തന്നെ ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പേ ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കണം. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. 1 സ്പൂണ് വെച്ച് കുറച്ച് നെയ്യ് സ്പൂണിലാക്കി ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ലെവൽ ചെയ്തെടുക്കുന്നത്. ഇത് നല്ലോണം ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അടിയിലിട്ട് കൊടുത്തതിനോട് തന്നെ മേലെയും എള്ളും അണ്ടിപ്പരിപ്പും കൂടി വിതറി കൊടുക്കണം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ.
ഇനി ഇത് ചൂടാറിയതിന് ശേഷം 1 മണിക്കൂറോളം ഫ്രിഡ്ജിലോട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. നമ്മളെ പലഹാരം അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെയുള്ള പുതുപുത്തൻ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.